ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ഡോണറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെടുന്ന റെസിപ്പി. നമുക്കതെങ്ങനെ ഉണ്ടാക്കും നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ 2 കപ്പ് മൈദ, അതേപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതിനുശേഷം 1.5 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ബട്ടർ, അതേപോലെ തന്നെ 1 മുട്ട ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്ത് കൊടുത്ത ശേഷം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമ്മളെല്ലാ മിക്സും ഒന്നായി വരുന്നത് പോലെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 3/4 കപ്പ് പാല് ചെറു ചൂടോടെ എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇതെല്ലാം മിക്സ് ചെയ്തെടുത്ത ശേഷം ആ പാല് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഇരിക്കണം. കുറച്ച് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇതേപോലെ ലെയർ പോലെ വരണം. ഇതേ അളവിൽ നമ്മൾ കുഴച്ചെടുക്കുക മാവ്. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ തൊട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മാവ് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. അതിൻ്റെ ഉള്ളിൽ നല്ലോണം പുളിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂറായി. മാവ് നല്ലോണം മേലെ പൊങ്ങി വന്നിട്ടുണ്ട് പുളിച്ചിട്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മൈദ മാവ് ഇട്ട് കൊടുത്ത ശേഷം കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതേപോലെ നീളത്തിൽ റോൾ ചെയ്തെടുക്കുന്ന പോലെ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരേ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതേപോലെ ഒരു പീസ് എടുത്ത് കൈയും കൊണ്ട് ഇതേപോലെ റൗണ്ട് ഷേപ്പാക്കി കൊടുക്കാം. ഇതേപോലെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഒരു ബോട്ടിലോടെ മൂടിയെടുത്ത് ഇതേപോലെ സെൻട്രലായിട്ടൊന്ന് അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ഹോൾസ് കിട്ടും. ഇതേപോലെ എല്ലാം ചെയ്ത് എടുക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് വെന്ത് വന്നിട്ടുണ്ട്. ഇന്നൊരു സൈഡിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്ന് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ മാവും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനി ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് എടുത്ത് ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് എടുത്ത് അതേപോലെ മെൽറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി ഡോണറ്റ് ചൂടാറിയ ശേഷം അതെടുത്ത് ഇതേപോലെ ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുക്കാം.
ഇതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ മുക്കിയെടുക്കണം. ഇപ്പം ഞാനിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് സിൽവർ ഷുഗർ ബോൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി ഇതേപോലെ മുകളിൽ ഒരു ഡിസൈൻ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ വൈറ്റ് ചോക്ലേറ്റിൽ നമ്മൾ ഡോണട്ട് മുക്കിയെടുക്കുന്നതിൽ മുകളിലായിട്ട് ഡാർക്ക് കോമ്പൗണ്ടോടെ ചോക്ലേറ്റ് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ വൈറ്റ് ചോക്ലേറ്റ് അതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗോൾഡൻ കളർ ഷുഗർ ബാൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വണ്ടേ റെസിപ്പീസ് ആണ്, സബ്സ്ക്രൈബ് ചെയ്യുക.